മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് 2 കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡ് ജയിലിൽ അടച്ചതിന് പിന്നാലെ അവിടെ എത്തിയ എഐസിസിയുടെ പ്രതിനിധി സംഘം അവരെ ജയിലിലെത്തി കണ്ടു. നീണ്ട പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് ജയിലിലേക്ക് അനുമതി ലഭിച്ചത്. പുറത്തുനിന്ന് അവർ പറയുന്ന വിവരങ്ങൾ അത് നമ്മളെ വേദനിപ്പിക്കുന്നതാണ്. ഒരു കേസ് ഫാബ്രിക്കേറ്റ് ചെയ്തു എന്ന് തന്നെയാണ് എംപിമാരടക്കമുള്ള പ്രതിനിധി സംഘങ്ങൾ പറയുന്നത്. ഇവരുടെ ഭാഗത്തേക്ക് ഈ കുറ്റങ്ങളെല്ലാം അടിച്ചേൽപ്പിക്കുകയായിരുന്നു. മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗലാണ് നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത്. ഭൂപേഷ് ബാഗൽ അടക്കമുള്ളവർ എംപിമാരോടൊപ്പം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ അവർ ഇപ്പോൾ കന്യാസ്ത്രീകളെ കണ്ട് മടങ്ങുകയാണ്. അവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഈ പറഞ്ഞ ഇവർ ജോലിക്ക് എത്തിച്ച 3 സ്ത്രീകളും 3 പെൺകുട്ടികളും 18 വയസ്സായവരാണ്. അവർ അവരുടെ വീട്ടുകാരുടെ കൺസെന്റോടുകൂടി അവിടെ എത്തിയതാണ്. പക്ഷേ ബജ്രംഗ് ദൾ പ്രവർത്തകർ വളരെ ഫാബ്രിക്കേറ്റഡായി ആസൂത്രിതമായി ഇവരെ ഇത്തരത്തിലൊരു കേസിൽ പെടുത്തുകയായിരുന്നു. ഇല്ലാത്ത കേസുകൾ ഉണ്ടാക്കുകയാണെന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് എംപിമാർ ഈ കന്യാസ്ത്രീകളെ കണ്ടതിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞപ്പോൾ അജീഷ് ജയകുമാർ ചെയ്യുന്നു. അജീഷ്, വെള്ളിയാഴ്ച അറസ്റ്റ് ചെയ്തതാണ്. ഈ കണ്ട ദിവസങ്ങളെല്ലാം നമുക്ക് ജാമ്യാപേക്ഷയ്ക്ക് സാധ്യതയുള്ള ദിവസങ്ങളായിരുന്നു. ജാമ്യാപേക്ഷ നൽകാമായിരുന്നു. ഇത്തരത്തിൽ സഭയും സഭാപ്രതിനിധികളും ജാമ്യാപേക്ഷ ഇതുവരെ നൽകിയോ? അത് സംബന്ധിച്ച് നമുക്ക് ഈ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? സുഹേൽ, ഈ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുകയാണ്. കാരണം ഈ എംപിമാർക്ക് പോലും അക്കാര്യത്തിൽ ഒരു വ്യക്തമായിട്ട് മറുപടി പറയാൻ കഴിയുന്നില്ല. നമ്മൾ എടുത്തു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ലോവർ കോർട്ടിൽ ബെയിൽ ആപ്ലിക്കേഷൻ നൽകി അത് തള്ളി എന്നാണ്. പക്ഷേ അത് ഏത് കോർട്ടിലാണെന്ന്, ദുർഗിലെ മജിസ്ട്രേറ്റ് കോർട്ടാണെന്ന് പറയുന്നുണ്ട്. സാധാരണ ഇത്തരം കേസുകളിൽ മജിസ്ട്രേറ്റ് കോടതി ഇത്തരം ഗുരുതരമായ വകുപ്പുകളിടുന്ന കേസുകളിൽ ഈ ബെയിൽ ആപ്ലിക്കേഷൻ തള്ളും എന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഈ സഭയുമായി ബന്ധപ്പെട്ട അവരുടെ PROയോടക്കം അവിടുത്തെ സന്യാസ സമൂഹത്തിലെ ആളുകളോടക്കം നമ്മൾ നേരിട്ട് ചോദിച്ചതാണ് ഈ ബെയിൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് കൊടുക്കുന്നില്ല, ഇന്ന് കൊടുക്കുന്നില്ല, പോലീസിന്റെ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ ബെയിൽ ആപ്ലിക്കേഷൻ കൊടുക്കുകയുള്ളൂ തുടങ്ങിയ വാദങ്ങളായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്നും അങ്ങനെ തന്നെയായിരുന്നു. ഇന്ന് നമ്മൾ പലതവണ അവരെയൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു, അവരുടെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. പക്ഷെ അക്കാര്യങ്ങളിൽ ഒന്നും അവരൊരു വ്യക്തത വരുത്തിയിരുന്നില്ല. ഇപ്പോൾ ഈ എംപിമാർ ഈ ജയിലിലെത്തി ഈ കന്യാസ്ത്രീകളെ കണ്ടതിന് ശേഷമാണ് ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞത്. അതായത് അതിലൊന്നും കൃത്യമായ ഒരു വ്യക്തത വരുത്താൻ സഭയ്ക്കോ അല്ലെങ്കിൽ അതുമായി ചേർന്ന് നിൽക്കുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തിനോ കഴിയുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ സഭയുമായി ബന്ധപ്പെടാത്ത മറ്റൊരു കക്ഷി ബെയിൽ ആപ്ലിക്കേഷൻ ഒരു ലോവർ കോർട്ടിൽ നൽകിയിരുന്നു. പക്ഷേ അത് ഈ സഭ അറിയാതെയാണ്. CBSE കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തിയപ്പോൾ പോലും, ഡൽഹിയിൽ പത്രസമ്മേളനം നടത്തിയപ്പോൾ പോലും ഈ ജാമ്യാപേക്ഷ നമ്മൾ ഇപ്പോൾ കൊടുക്കുന്നില്ല, പോലീസിന്റെ റിപ്പോർട്ട് അത് കിട്ടിയതിന് ശേഷം മാത്രമേ കൊടുക്കുള്ളൂ എന്ന് പറയുന്നു. സ്വാഭാവികമായിട്ടും നമുക്ക് സംശയങ്ങൾ വരും. കാരണം ഇവിടുത്തെ ഒരു അതിരൂപത CBSE പോലും അറിയാതെ ബെയിൽ ആപ്ലിക്കേഷൻ കൊടുക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. അപ്പോൾ ചിലർ പറയുന്നു കൊടുക്കുന്നു, ചിലർ പറയുന്നു കൊടുക്കുന്നില്ല.